തെലുങ്കിലൂടെയാണ് പ്രിയാമണി കരിയർ ആരംഭിക്കുന്നത്. 2003 ആദ്യ സിനിമ പുറത്തിറങ്ങി. പിന്നാലെ തമിഴിലും മലയാളത്തിലും അരങ്ങേറി. പൃഥ്വിരാജ് നായകനായ സത്യമായിരുന്നു ആദ്യ മലയാള സിനിമ. അധികം വൈകാതെ തമിഴിലും തെലുങ്കിലുമെല്ലാം മുൻനിര നായികയായി മാറുകയായിരുന്നു താരം. തിരക്കഥ, പുതിയ മുഖം, പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദി സൈൻ തുടങ്ങിയ ചിത്രങ്ങളിലും മലയാളത്തിൽ കയ്യടി നേടി താരം. പരുത്തിവീരനിലൂടെയാണ് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം സ്വന്തമാക്കിയത്. ഈ ചിത്രത്തിലൂടെ മികച്ച നടിക്കുള്ള തമിഴ്നാട് സ്റ്റേറ്റ് അവാർഡും നേടാനായി. ചെന്നൈ എക്സ്പ്രസിലൂടെയാണ് ഹിന്ദിയിലെത്തുന്നത്. ചിത്രത്തിൽ ഡാൻസ് നമ്പറിലാണ് പ്രിയാമണി അഭിനയിച്ചത്. ദ ഫാമിലി മാൻ വെബ് സീരീസിലൂടെയാണ് വീണ്ടും ബോളിവുഡിലും സജീവമായി മാറുന്നത്. മൈദാനാണ് ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ. ദളപതി 69, മലയാള ചിത്രം ഓഫീസർ എന്നിവയാണ് പുതിയ സിനിമകൾ. സോഷ്യൽ മീഡിയയിലും സജീവ സാന്നിധ്യമാണ് പ്രിയാമണി. താരത്തിന്റെ ഫോട്ടോകളും റീലുകളുമെല്ലാം വൈറലായി മാറാറുമുണ്ട്. അതേസമയം സോഷ്യൽ മീഡിയയിൽ സജീവമായ പല നടിമാരെയും പോലെ ട്രോളുകളും അധിക്ഷേപങ്ങളും പ്രിയാമണിക്കും നേരിടേണ്ടി വരാറുണ്ട്. ഒരിക്കൽ തന്നെ പരിഹസിച്ചവർക്ക് പ്രിയാമണി മറുപടി നൽകിയത് വൈറലായിരുന്നു. തന്റെ നിറത്തിന്റെ പേരിലും പ്രായത്തിന്റെ പേരിലുമെല്ലാം പ്രിയാമണി സോഷ്യൽ മീഡിയയുടെ ബുള്ളിയിങ് നേരിടാറുമുണ്ട്. ഫോട്ടോഷൂട്ടുകൾക്ക് പുറമെ താരത്തിന്റെ മേക്കപ്പ് ഇടാത്ത ചിത്രങ്ങളും പ്രിയ പങ്കുവെക്കാറുണ്ട്. മുമ്പൊരിക്കൽ ചില ചിത്രങ്ങൾ പങ്കുവെച്ചപ്പോൾ നടിയെ കളിയാക്കി ചിലർ രംഗത്തെത്തി. മേക്കപ്പ് ഇല്ലാതെ കാണുമ്പോൾ ആന്റിയെ പോലെ ഉണ്ടായിരുന്നു എന്നാണ് ഒരാളുടെ പരിഹാസം. പിന്നാലെ അയാൾക്ക് മറുപടിയുമായി താരമെത്തുകയായിരുന്നു. അതിനെന്താ, ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളും ഒരു ആന്റിയാകും. എനിക്ക് 38 വയസ്സായി. ഞാനിപ്പോഴും ഹോട്ടാണെങ്കിലും വായടയ്ക്കൂ. നിങ്ങളെ സന്തോഷിപ്പിക്കാൻ ഞാൻ എന്തിനാണ് എന്നെ മാറ്റുന്നത്? ഇതാണ് ഞാൻ, ഇങ്ങനെയാണ് ഞാൻ, ഇങ്ങനെ തന്നെയാണ്, അതിനാൽ ഞാൻ കംഫർട്ടബിൾ ആണ് എന്നായിരുന്നു പ്രിയാമണി നൽകിയ മറുപടി. കമന്റ് ഇടുന്നവരോട് വളരാൻ പറഞ്ഞ പ്രിയാമണി താൻ ആർക്കും മറുപടി നൽകാനോ വിശദീകരണം നൽകാനോ ബാധ്യസ്ഥയല്ല എന്നും പറഞ്ഞിരുന്നു. പിന്നാലെ നിരവധി പേരാണ് താരത്തിന് പിന്തുണയുമായി എത്തിയത്. ആന്റിയാണെങ്കിൽ എന്താണ് പ്രശ്നമെന്നാണ് ആരാധകരും ചോദിച്ചത്. പ്രിയാമണി പറഞ്ഞതുപോലെ തന്നെ അവർ ഹോട്ടാണെന്നും താൻ എങ്ങനെ ജീവിക്കണമെന്നതിൽ അവർക്ക് മറ്റൊരാളോടും താല്പര്യങ്ങളും ഇഷ്ടങ്ങളും സമ്മതവും നോക്കേണ്ടത് ഇല്ല എന്നും പ്രിയാമണിയെ പിന്തുണച്ചവരും പറയുന്നുണ്ട്. സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് മൂവി ന്യൂസിൽ വീണ്ടും കാണാം.